നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ദിലീപിനെതിരായ ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയ കോടതി മറിച്ച് ദിലീപിന്റെ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ് ചെയ്തത്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വാദങ്ങളെയെല്ലാം കോടതി തള്ളിയത്. വിചാരണ കോടതി ജഡ്ജി സ്വാധീനിക്കപ്പെട്ടെന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദം തള്ളിക്കളഞ്ഞാണ് നിരീക്ഷണം. വിചാരണ കോടതി ജഡ്ജി സ്വാധീനിക്കപ്പെട്ടു എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും പക്ഷപാതപരമാണെന്ന് ദിലീപും വാദിച്ചിരുന്നു. ഈ രണ്ട് വാദങ്ങളും ശ്രദ്ധിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു. ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല. 1709 പേജുള്ള വിധിപ്പകർപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായുണ്ട്. ബി സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കോടതിയിലും ദിലീപ് ആവർത്തിച്ചു. DGP ലോക്നാഥ് ബെഹ്റയുടെ എതിർപ്പ് ഉദ്യോഗസ്ഥർ മറികടന്നാണ് നടന്റെ അറസ്റ്റെന്നായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം. ദിലീപിന്റെ ഫോണുകളിലേക്ക് ചാറ്റ് ചെയ്തു എങ്കിൽ ഫോണുകൾ എന്തുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്ന് കോടതി ചോദിച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ എന്തുകൊണ്ട് ഷോൺ ജോർജിനെ വിസ്തരിച്ചില്ല എന്നും കോടതി ചോദിച്ചു. ഇരയുടെ മോതിരത്തിന്റെ കാര്യം എന്തുകൊണ്ട് ആദ്യ മൊഴിയിൽ പറഞ്ഞില്ല എന്നും കോടതി സംശയം ഉന്നയിച്ചു. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് വിവിധ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വധശിക്ഷയോ ജീവപര്യന്തമോ നൽകേണ്ട സാഹചര്യമില്ലെന്ന് വിധിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വ്യക്തമാക്കി. പ്രതികളുടെ പ്രായം, കുടുംബ സാഹചര്യം, ഒന്നാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റു ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം എന്നിവയും പരിഗണിക്കുന്നതായും 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായമെന്നും ജഡ്ജി നിരീക്ഷിച്ചു. പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്ന വസ്തുത പരിഗണിക്കാതിരിക്കാനാവില്ല. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെടുകയും അവരിൽ ഭയവും അപമാനം നിറയ്ക്കുകയും ചെയ്തു. ഇത് അവർക്ക് മാനസികാഘാതമുണ്ടാക്കി. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് അവർ ആക്രമിക്കപ്പെട്ടത് എന്നതും മുൻകൂട്ടി കാണാതെയുള്ള സംഭവമായിരുന്നു ഇതെന്നതും പരിഗണിക്കേണ്ടതുണ്ട് വിധിയിൽ പറയുന്നു. ശിക്ഷ വിധിക്കുമ്പോൾ കുറ്റകൃത്യം ഇരയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ ആഘാതം കോടതി കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു. ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും വിധിയിൽ പരാമർശിക്കുന്നുണ്ട്. പ്രതിയുടെ പ്രവൃത്തി സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്ന വസ്തുത കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. ഇരയായ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കപ്പെട്ടു.